ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ശ്രീർഷിയുടെ മെൻ്റൽ ഹെൽത്ത് മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൾ ദ വിയർഡോസ് അല്ലെങ്കിൽ എന്താ പറയുക ലോൺ വുൾഫ്സ്, ഔട്ട്കാസ്റ്റ്സ്, അതേപോലെ നിങ്ങൾ എല്ലാവരുടെയും ചിന്താഗതിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് പെർസെപ്ഷൻസ് ആണുള്ളതെങ്കിൽ ആ ഒരു കണ്ടൻറ്റിനെ വെച്ച് നിങ്ങളെ ഗ്ലോറിഫൈ അല്ലെങ്കിൽ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രെഡറിക് നീഷയുടെ ഒരു കോട്ടിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഫ്രെഡറിക് നീഷ പണ്ട് പറഞ്ഞൊരു കോട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് those who were seen dancing were thought to be insane by those who could not hear the music എന്നുള്ളതാണ്. സോ എന്താണ് ഈ കോട്ട്, എന്താണ് ഇതിൻ്റെ ആ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്നുള്ളതിനെ പറ്റിയാണ്. ഇതിനകത്ത് പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ദ ആംഗിൾ അറ്റ് വിച്ച് യു വ്യൂ ദ കോട്ട് ആക്ച്വലി മാറ്റേഴ്സ് എ ലോട്ട്. സോ ഇന്ന് നമ്മൾ പറഞ്ഞ സബ്ജക്റ്റീവായിട്ടുള്ള പെർസെപ്ഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു കോട്ടാണിത്. ഫ്രീഡറിക് നീഷെ പറയുന്നത് ഇത് ശരിക്കും എന്താ പറയുക, വേറൊരാൾക്ക് നോർമലായിട്ടുള്ള അയാളുടെ റിയാലിറ്റി അല്ലെങ്കിൽ അയാളുടെ തോട്ട് പ്രോസസ് വ്യൂസൊക്കെ മറ്റൊരാൾക്ക് നോർമലായിട്ട് തോന്നണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താമണ്ഡലം ഡിഫറെൻ്റ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്, സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ കാണുന്ന ആംഗിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളൊരു കാര്യത്തെ, ഒരു സാധനത്തെ കാണുന്ന ആംഗിൾസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആവും എന്നുള്ളതാണ്. സോ അയാളുടെ വ്യൂവിൽ നിന്ന്, അയാളുടെ ഷൂസിൽ നിന്ന് നോക്കാതെ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റില്ല. ചില ആൾക്കാരുടെ ഷൂസിൽ നിന്ന് നോക്കാൻ കഴിയില്ല. കാരണം അവരുടെ എത്തിക്സ്, അതേപോലെ അവരുടെ ബ്രിങ്ങിങ് അപ്പ്, അവരുടെ മോൾഡിങ്, സാധാരണ ലൈക്ക് സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് അവരെങ്ങനെയാണോ മോൾഡ് ചെയ്തെടുത്തത് ആ ഒരു സംഭവത്തിനും അതീതമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ അതിനും താഴെ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാം അതിനും താഴെ ആയിരിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസ്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസികൾ ചിന്തിക്കുന്ന ആൾക്കാർ പറ്റിയുള്ള കോട്ടാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ചിന്ത എന്ന് പറയുന്നത്, തോട്ട് എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അതിരില്ലാത്ത ഒരു സംഭവമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ചിന്തിക്കാം, എത്ര ഔട്ട് ഓഫ് ദ ബോക്സ് വൈൽഡായിട്ട് ചിന്തിക്കാം. കാരണം നമ്മുടെ ബ്രെയിനിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളുടെ മേക്കിങ്ങിൽ, നമ്മളുടെ പെർസെപ്ഷൻസിൽ ഡിഫറൻസ് വരുത്താനുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ കപ്പാസിറ്റി കൂട്ടാൻ നമുക്ക്, അതേപോലെ നമ്മൾക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് തോട്ട് പ്രോസസ്, ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ് നമ്മുടെ തോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ നമുക്ക് പല രീതിയിൽ വ്യൂ ചെയ്യാം. ആ പല രീതിയിൽ വ്യൂ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ കാണുന്നത്, അതായത് ഇത്രയും മാത്തമാറ്റിക്കലി പറഞ്ഞാൽ നമ്മളൊരു സർക്കിളിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് യു ഡ്രോ എ ലൈൻ ഫ്രം ദ സെൻറ്റർ യു ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് ആംഗിൾസ് എന്നുള്ളതാണ്. സോ ഈ ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് നോക്കുന്നത് ആയിരിക്കില്ല വേറൊരു വ്യക്തി വേറൊരു എലവേഷനിൽ നിന്നുകൊണ്ട് നോക്കുന്നത്. സോ അതിനെപ്പറ്റി നിങ്ങളൊരു നിങ്ങളുടെ ചിന്ത മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതിന് ഉണ്ടെങ്കിൽ അതൊരിക്കലും നോർമലല്ല, അത് നിങ്ങളുടെ നോർമലാണ്, അത്രയേ ഉള്ളൂ. നോർമൽ എന്ന് പറയുന്നൊരു സംഭവമില്ല, ഓരോ ആൾക്കാർക്കാണ് ഓരോരോ നോർമലുള്ളത്. സോ തോട്ട് പ്രോസസ്സിൽ വരുന്ന ഡിഫറെൻറ്റ് പെർസെപ്ഷൻ, ഡിഫറെൻറ്റ് ആംഗിൾസ് ആൻഡ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഓഫ് ഹൗ യു ക്യാൻ തിങ്ക് എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു കോട്ട് പറയുന്നത്. സോ നിങ്ങൾക്ക് ഫ്രീഡറിക് നീഷനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഫ്രീഡറിക് നീഷയുടെ കോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രീഡറിക് നീഷ കോട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.